Hello everyone. So this video gonna be my first long vlog. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് ലെന്തായിട്ടുള്ളൊരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ ചക്ക ഈ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. അപ്പം ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പം ഞാൻ അതും പിന്നെ ഇന്നലത്തെ വീഡിയോ അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കി ജോയിൻ ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കയെല്ലാം വെളിയിൽ നിന്ന് എല്ലാം ഒരുക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പം നമ്മൾ എന്താണത് കുരുവൊക്കെ കിള്ളിക്കളഞ്ഞ് അരിഞ്ഞ് വേവിക്കാനായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം ഞാനാണ് കുരുവൊക്കെ കളഞ്ഞ് കൊടുക്കുന്നത്. അമ്മ അപ്പുറത്തിരുന്ന് അരിയുന്നുണ്ട്. അമ്മ അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ചിരണ്ടാനായിട്ട്. അപ്പം എൻ്റെ സൗണ്ട് ഇടയ്ക്ക് ഇതാവും, ജലദോഷം ഉള്ളതുകൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. അപ്പം ഞാനങ്ങനെ ചെന്ന് തേങ്ങ പൊട്ടിക്കുകയാണ്. തേങ്ങ പൊട്ടിച്ചപ്പോഴാണ് ഞാനതറിയുന്നത്. അതായത് ഈ തേങ്ങ കുറച്ച് ഉണക്കയായിരുന്നു. അപ്പോൾ അത് പൊട്ടാൻ ഇച്ചിരി പാടായിരുന്നു. കാര്യം ഇച്ചിരി മസിൽ പിടിച്ചെങ്കിലും ഞാൻ പൊട്ടിച്ചു. ചിരണ്ടാനൊക്കെ പാടായിരുന്നു. പിന്നെ അത് നമ്മളൊരു വിധം കൊത്തി പൊട്ടിച്ച് എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പപ്പ അന്നേരം യൂഷ്വലി നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഇത് ഒരുക്കുന്നതൊക്കെ. അപ്പം അപ്പന് ചക്ക ഇട്ട് കഴിഞ്ഞാൽ പന്നി കഴിക്കണം. അപ്പോൾ അപ്പൻ ടൗണിലോട്ട് പോയിരിക്കുകയാണ്. അപ്പം പന്നിയൊക്കെ കൊണ്ടുവന്ന് അപ്പൻ്റെ വക സ്പെഷ്യലായിരുന്നു. പന്നി ഇറച്ചി അപ്പനാണ് വെച്ചത്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിച്ചു. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമുക്ക് നമ്മളിപ്പുറത്തുപ്പാപ്പൻ്റെ വീടുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് ആളിവിടെ ഇല്ല. വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുവാണ്, ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം നമ്മൾ പോയിട്ട് ചുറ്റുമതിലൊക്കെ പെയിൻ്റ് അടിക്കണമായിരുന്നു. അപ്പം നമ്മൾ പോയിട്ട് ഈ പവറുള്ള മറ്റേ ഈ കഴുകുന്ന മെഷീനൊക്കെ പോയി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതെന്തോ ഒരു ചെറിയ പണിമുടക്കായിരുന്നു. കാരണം നമ്മൾ കുറേ അതിനു വേണ്ടി പണി ചെയ്തു. ബട്ട് നമുക്കത് റിസൾട്ട് അത് കിട്ടിയില്ല. അത് പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട വന്നു. ഞാനിപ്പം ഇന്ന് മുന്നേ കാണിച്ചത് നമ്മളവിടെയുള്ളൊരു കുളമാണ്. അതിനകത്ത് മീനുണ്ട്. സിലോഫിയ ആണ് ഇട്ടിരിക്കുന്നത്. വലിയ മീനൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒരെണ്ണത്തിനെ പോലും കാണാറില്ല. വീടിൻ്റെ മണ്ടയിൽ കയറുന്ന കാണാം എന്നൊക്കെ പറയുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് വലയൊക്കെ വീശുവലയിട്ട് നോക്കി. ഇന്ന് മൊത്തം കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത്. ഒറ്റ വലുതിനെ പോലും കിട്ടിയില്ല. അപ്പം നമുക്ക് ചെറിയതായിട്ടൊരു പേടിയൊക്കെ വന്നു. കാരണം 1-1.5 കൊല്ലത്തോളം ആയി നമ്മളിതിനെ ഇട്ടിട്ട്. തീറ്റയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് ഒരെണ്ണം പോലും വലുതില്ല. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ഈ വീട് റെൻറ്റിന് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഉള്ള ചേട്ടൻ പറഞ്ഞു മീനുണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ല ഇനി കേട്ടോന്ന്. അപ്പോൾ ഇവിടം തൊട്ട് ഞാനിനി ഇന്നലത്തെ വീഡിയോ ആണ് ഇടുന്നത്. അതായത് ഞാൻ ഓൾറെഡി ഈറ്റിനിടേക്കകത്ത് പറഞ്ഞത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ എടുത്ത് ഞാനങ്ങ് ഇട്ടു. അപ്പം അങ്ങനെ രാവിലെ മാവൊക്കെ കുഴച്ച് വെച്ചു. അതിന് ശേഷം ഒരു തുണിയൊക്കെ വെച്ച് നമ്മളെല്ലാം എയറൊന്നും കയറാതെ അടച്ച് നല്ല സെറ്റപ്പൊക്കെ ആക്കി വെച്ചേക്ക് വന്ന്. അപ്പോൾ കുറച്ച് നേരം അത് ഇരിക്കണമല്ലോ, എന്നാലല്ല ഒരു ഫ്ലഫിനെസ്സൊക്കെ വരത്തുള്ളൂ. ലൈക്ക് ആ ഡോ ഒരു സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ആക്കി വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് വെജിറ്റബിൾസൊക്കെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പം ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് ഇത് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ പെറ്റ് വരും, ചൂടി വരും. വന്നിട്ട് അവൾക്കറിയാം ഞാൻ ഇന്നതൊക്കെയാണ് അരിയുന്നതെന്നറിയാം. ഓടി വരും. അപ്പം ഞാൻ അന്നത്തേക്കിന് ഓർത്ത് മുട്ട എന്നാൽ പുഴുങ്ങാൻ വെച്ചേക്കാം, അതവിടെ ഇരുന്നാവട്ടെ. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടാണ്. അപ്പം പൊട്ടുകയില്ല മുട്ട. ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാലേക്ക് അത് പുഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊട്ടാതെ അതിൻ്റെ ആ തോട് പൊട്ടാതെ കിട്ടും. അപ്പം അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ പോയി വെജീസൊക്കെ എടുത്തിട്ട് വന്നു. ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് തക്കാളിയും മല്ലിയിലയും സബോളയും കുറച്ച് ഗരം മസാലയുടെ ഒക്കെ കൂട്ടിനകത്തുള്ള 2-3 ഐറ്റംസൊക്കെ എടുത്തിട്ട് നിങ്ങൾ എങ്ങനെ ഈ മല്ലിയിലയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് ടിഷ്യൂ പേപ്പറിനകത്ത് കവർ ചെയ്തിട്ടാണ് വെക്കാറ്. ടിഷ്യൂ പേപ്പർ തീർന്നു പോയത് കൊണ്ട് തന്നെ ഞാൻ അടിയിൽ പത്രപ്പേപ്പറും മണ്ടയിൽ ടിഷ്യൂ പേപ്പറും വെച്ച് ഇതാക്കി ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ വെക്കും. അതാകുമ്പം എനിക്ക് കേടുകൂടാതെ ഒരു 2-2 ഉറപ്പായിട്ട് ഇരുന്ന് കിട്ടും. അങ്ങനെ ഞാൻ വെജീസ് എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സൈഡ് വെച്ചേക്കാം. ഞാൻ പറഞ്ഞില്ലേ കൂടി വരുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് അവൾക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ എടുക്കുന്നു എന്നൊക്കെ അറിയാം. സമയമാകുമ്പം വരും. കാരണം അവളുടെ പങ്ക് കൊടുത്തേ ആവും. അപ്പം ഞാൻ തക്കാളിയും സവോളയൊക്കെ
കൊടുക്കുവാണ്. നിങ്ങളുടെയൊക്കെ പട്ടികൾ ഇങ്ങനെ സവോളയും തക്കാളിയൊക്കെ തിന്നുന്ന പട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അവരെ കൗതുകത്തിൻ്റെ പുറത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പട്ടി ഇങ്ങനെയാണ്. ഞാൻ വീട്ടിൽ എന്തുണ്ടാക്കുന്നു അതെല്ലാം കഴിക്കും. അങ്ങനെ എല്ലാം സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. ലൈക്ക് ഗരം മസാലയുടെ കൂടിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മറ്റേ ഗ്രാമ്പും ഏലക്കായും മാത്രമേ എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ഫ്ലേവറിന്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഫൈനലി വിശക്കുമായിരുന്നു നല്ലോണം. ബാക്കി ഒരു 3-4 എണ്ണം ഉണ്ടാക്കാനുണ്ട്, അടിക്കാനൊക്കെ ഉണ്ട്. അതവിടെ ഇരുന്നിട്ട് നമ്മൾ ആദ്യം തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ 2-3 എണ്ണം ആദ്യം ഉണ്ടാക്കി അങ്ങ് കഴിക്കും.